അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, നാം ഇവിടെ പറയാൻ പോകുന്നത് നിസ്കാരത്തെ കുറിച്ചാണ്. നിസ്കാരം എന്ന് പറയുന്നത് ഈ ലോകമെമ്പാടും മുസ്ലിങ്ങൾക്ക് അല്ലാഹു തആല നിർബന്ധമാക്കിയ കാര്യമാണ് നിസ്കാരം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ വീടിന്റെ സമീപത്തു കൂടി ഒരു പുഴ ഒഴുകുന്നുവെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആ പുഴയിൽ ഒരാൾ 5 നേരം കുളിക്കുകയും ചെയ്തു. എന്നാൽ ആ വ്യക്തിയുടെ ശരീരത്തിൽ വല്ല അഴുക്കുകളും ശേഷിക്കുമോ എന്ന് സ്വഹാബാക്കളോട് ചോദിച്ചു. സ്വഹാബാക്കൾ പറഞ്ഞു, ഇല്ല, അത് ശേഷിക്കുകയില്ല. എന്നാൽ ഈ പ്രകാരം 5 നേരത്തെ നിസ്കാരം 5 നേരം കൃത്യമായി നിസ്കരിച്ചാൽ പാപങ്ങളിൽ നിമഗ്നമാകും. ഒരു വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ഇടയിൽ വേർതിരിക്കുന്ന അടയാളമാണ് 5 നേരത്തെ നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനമായത് 5 നേരത്തെ നിസ്കാരമാണ്. സമയബദ്ധിത നിർബന്ധ കർമ്മമാണ് സത്യവിശ്വാസിക്ക് നിസ്കാരം എന്ന് അല്ലാഹു ഖുർആനിലൂടെ ഉണർത്തിയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഏത് പ്രവർത്തനമാണ് ഏറ്റവും പുണ്യമായത്? അവിടുന്ന് മറുപടി പറഞ്ഞു, നിസ്കാരം അതിന്റെ ആദ്യ വ്യക്തിയിൽ നിർവഹിക്കുക. കൃത്യമായി നിസ്കരിക്കുന്ന ആളുടെ ശരീരവും മനസ്സും നല്ലതായിരിക്കും. മാത്രമല്ല, മനസ്സമാധാനം ഉണ്ടായിരിക്കും. സത്യവിശ്വാസി ഒറ്റക്ക് അല്ലാഹുവിന്റെ മുൻപിൽ നിൽക്കുന്ന കാഴ്ചയാണ് 5 വക്ത് നിസ്കാരം. ആ നിസ്കാരം വിട്ട് ബന്ധിക്കാൻ പാടില്ല. കഴിയുന്നതും ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. ഒരാൾ ഒറ്റയാക്കി നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമാണ് ലഭിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു സന്ദർഭമാണ് നിസ്കാരം. കൃത്യമായി നിസ്കരിക്കുക. കഴിയുന്നത് ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എന്ന എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദരവേറിയ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നമ്മുടെ മുത്തുനബിയുടെ മീലാദാണല്ലോ ഇവിടെയെല്ലാം അലങ്കേറിക്കൊണ്ടിരിക്കുന്നത്. ഈ വേളയിൽ ഞാൻ ഉമ്മയെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഉമ്മ എന്ന 3 അക്ഷരം കുറിക്കുന്നത് സഹനം എന്ന 3 അക്ഷരത്തെയാണ്. ഉമ്മക്കൊരായിരം ജീവൻ കൊടുത്താലും സ്നേഹസഹന സമ്മാനത്തിന് പകരമാവില്ല എന്നതാണ് സത്യം. പരിശുദ്ധ ഇസ്ലാം ഉമ്മമാർക്ക് ഏകുന്ന മഹത്ത് അതിർവരമ്പില്ല. അൽ ജന്നത്തു തഹ്ത അഖ്ദാമി ഉമ്മഹാത്ത്. ആ തിരുപാദത്തിന്റെ കീഴിലാണ് സ്വർഗം എന്ന പ്രവാചക വചനം അതിന് മതിയായ തെളിവാണ്. ഒരിക്കൽ ഏറ്റവും കൂടുതൽ കടപ്പാടും ആരോട് വേണമെന്ന് സഹാബത്തിന്റെ ചോദ്യത്തിന് 3 പ്രാവശ്യം നിന്റെ ഉമ്മയോട് എന്നാണ് മുത്തുനബി മൊഴിഞ്ഞത്. അത്രത്തോളം നാം അവരോട് കടപ്പെട്ടിരിക്കുന്നു. 10 മാസം നമ്മെ ചുമന്ന് നമ്മ പ്രസവ നിമ്പര നിമിഷങ്ങൾക്ക് ശേഷം ക്ലേശാന്തരമായ സന്ദർഭങ്ങൾ അവരുടെ ക്ഷമ അളക്കാനാകുമോ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു എനിക്ക് നിങ്ങൾ നന്ദി അർപ്പിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കൂടി നന്ദി അർപ്പിക്കുക എന്ന് പഠിപ്പിച്ചു. മാത്രമല്ല, അവരോട് എന്ന ചെറുപുച്ഛവാക്ക് പോലും പറയരുതെന്ന് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ആധുനിക സന്താനങ്ങൾ ഈ സഹസ്തകളെയെല്ലാം വിട്ടിമെതിച്ച് ഖുർആനിക സൂക്തങ്ങളെ വലിച്ചെറിഞ്ഞ് മുത്തുനബിയുടെ മുൾമുട്ടിൽ കടാർ വെച്ച് വീട്ടിൽ നിന്ന് ഉമ്മമാരെ പടികടത്തി വൃദ്ധസദനത്തിലേക്ക് തള്ളുന്ന രംഗാണ് സോഷ്യൽ മീഡിയയിലൂടെയെല്ലാം നാം അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിയും വകതിയും വെക്കാത്ത ഓരോ മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലും ഉൾക്കൊള്ളാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കളെയും നമ്മളെയും അല്ലാഹു സ്വർഗത്തിലാക്കട്ടെ, ആമീൻ. ഇത്തരം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ശുചിത്വത്തെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സ്വഹാബാക്കളോടൊപ്പം ഖബറാളികളുടെ അരികിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തുള്ള 2 ഖബറുകൾ ചൂണ്ടിക്കാണിച്ച് ഈ 2 ഖബറിൽ അവർ ശിക്ഷിക്കപ്പെടുകയാണെന്ന് പറഞ്ഞു. സ്വഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തിനാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതിൽ ഒരാൾ ഏഷണിക്കാരനും
മറ്റേയാൾ മൂത്രശുദ്ധി ഇല്ലാത്തയാളുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് പച്ചയായ ഒരു കമ്പ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അത് രണ്ടായി മുറിച്ച് കബറിടങ്ങളിൽ കൊത്തി ഇവരുടെ ശിക്ഷ ലഘൂകരിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. ഈ പച്ചക്കമ്പുകൾ പച്ചയായിരിക്കുന്ന കാലത്തോളം തസ്ബീഹ് ചൊല്ലി മയ്യിത്തിന്റെ ശിക്ഷ ലഘൂകരിക്കാൻ കാരണമായി തീരും. ശുദ്ധിയുടെ പ്രാധാന്യം എടുത്തു കാട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ സംഭവം ഇവിടെ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഈമാനിന്റെ അർദ്ധഭാഗമാണ് ശുചിത്വം. ശുദ്ധിക്ക് വളരെ സ്ഥാനം നൽകിയ മതമാണ് ഇസ്ലാം. പശ്ചാത്താപിക്കുന്നവരെയും ശുദ്ധിയുള്ളവരെയും അല്ലാഹു തആല ഇഷ്ടപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ പ്രസ്താവിക്കുന്നു. പ്രസ്താവനയിലൂടെ ശുദ്ധിയില്ലാത്തവനെ ഞാൻ ഇഷ്ടപ്പെടില്ല എന്നല്ല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ദന്തശുദ്ധീകരണത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ദന്തശുദ്ധീകരണവും വാശുദ്ധീകരണവും അല്ലാഹുവിന് തൃപ്തിപ്പെട്ട കാര്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉണർത്തി. ഒരാൾ ശുദ്ധിയായാൽ അയാളുടെ മാനസികാവസ്ഥ തന്നെ മാറി. ദന്തശുദ്ധീകരണത്തിലൂടെ വായയുടെ ദുർഗന്ധം അകറ്റാൻ കഴിയും. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാളുടെ വസ്ത്രം നന്നായാൽ അയാളുടെ മനസ്സിന്റെ പ്രയാസം മാറി. അല്ലാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനുമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ വീടും പരിസരവും ഇടയ്ക്കിടെ വൃത്തിഹീനമായി കിടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഇടയിൽ പല മഹാമാരികളും പെയ്തിറങ്ങുന്നത്. ഭക്ഷണാവശിഷ്ടങ്ങൾ പൊതുസ്ഥലത്തേക്ക് വലിച്ചെറിയുക, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൊതുസ്ഥലത്തേക്ക് നിക്ഷേപിക്കുക എന്നീ കാര്യങ്ങളൊന്നും ഇസ്ലാമിക സംസ്കാരമേ അല്ല. മാലിന്യമുക്തമായ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുതാലിം സുഹൃത്തുക്കൾ, ഈ ലോകത്ത് ഏറ്റവും ആവശ്യമായ ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്. സോഷ്യൽ മീഡിയ കൊണ്ട് ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് വേഗത്തിൽ എത്താൻ ഇക്കാലത്ത് സോഷ്യൽ മീഡിയ സഹായിക്കുന്നുണ്ടെങ്കിൽ, ഇക്കാലത്ത് സോഷ്യൽ മീഡിയ കൊണ്ട് ദുരുപയോഗങ്ങളാണ് ഈ ലോകത്ത് ചെയ്തു കൂട്ടുന്നത്. വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ആളുകളെ അപകീർത്തിപ്പെടുത്താനും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനും സാധ്യതയുണ്ട്. ഇത് സമൂഹത്തിൽ വല്ലാതെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരുപാട് പാവപ്പെട്ട വീട്ടിൽ നിന്നുള്ള കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇക്കാലത്ത് ആത്മഹത്യയിലേക്ക് പോകുന്ന കാലഘട്ടമാണ്. ഇക്കാലത്ത് ഓരോ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ കുടുംബങ്ങൾക്കെല്ലാം കുടുംബങ്ങൾ മുറിയുകയും കുടുംബങ്ങൾക്ക് കോട്ടം വരികയും എല്ലാം ഉണ്ടായി. കാരണം കുടുംബക്കാരും കൂട്ടുകാരുമായുള്ള ബന്ധം സോഷ്യൽ മീഡിയ വഴി ഉണർത്താമെങ്കിലും ഇടക്കുള്ള ഇടപെടലുകൾ ഇതിന് തടസ്സമാക്കും. ഇത് വ്യക്തിപരമായ ബന്ധങ്ങളെ ദുർബലമാക്കും. ഇങ്ങനെ പറയാനുള്ള കാരണം നമ്മുടെ വീട്ടിലുള്ള ഓരോ കുട്ടികളും ലഹരി ഉപയോഗിച്ച് വീട്ടിലേക്ക് വന്ന് ഉമ്മയെയും ഉപ്പയെയും അടിച്ചു കൊല്ലുന്ന കാലഘട്ടമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.